വികസനം വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്നു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. നാളെ രാവിലെ 11 മണിക്കാണ് തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. NSG സംഘത്തെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. കടലിലും പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ സംസ്ഥാനത്തിന്റെ പേര് പരാമർശിക്കാതെയാണ് കേന്ദ്ര സർക്കാർ പത്രങ്ങളിൽ പരസ്യം നൽകിയത് എങ്കിൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും തുല്യമായ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പരസ്യം. നരേന്ദ്രമോദിക്ക് അഭിവാദ്യവുമായി BJPയും പത്രങ്ങളിൽ പരസ്യം നൽകിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അടക്കം ഉള്ള വ്യക്തിത്വങ്ങൾക്ക് അതിശക്തമായ സുരക്ഷയാണ് രാജ്യം നൽകുന്നത്. അതിനിടയിലാണല്ലോ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുന്നതിനു മുമ്പ് ഏത് തരത്തിലുള്ള സുരക്ഷ, എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് വേണ്ടി പ്രധാനമന്ത്രി ഒരുപക്ഷെ ഇവിടേക്ക് എത്തിയേക്കില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരെ പ്രചരിച്ചതാണ്. അതിനിടെ 2 ദിവസം മുമ്പാണ് PMO ഓഫീസിൽ നിന്ന് മുൻ നിശ്ചയിച്ച പ്രകാരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി മുൻ നിശ്ചയിച്ച തീയതിയിൽ തന്നെ ഇവിടേക്ക് എത്തുമെന്ന അറിയിപ്പ് ലഭിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് സാധാരണയായി VVIPകൾക്ക് ഒരുക്കുന്ന സുരക്ഷ അത് എല്ലാ തരത്തിലും, അതായത് ഒരു ത്രിതല സുരക്ഷാ സംവിധാനത്തിലേക്ക് മാറുന്ന തരത്തിൽ ഈ ഭീകരാക്രമണത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികൾക്കും VVIPകൾക്കും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാനത്തെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എത്തുന്ന പശ്ചാത്തലത്തിൽ തലസ്ഥാന നഗരിയിൽ സുരക്ഷാ വിന്യാസം പൂർണ്ണമായിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതലായിരിക്കും ഗതാഗത നിയന്ത്രണം. ശംഖുമുഖത്തെ എയർപോർട്ടിന്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് തുടങ്ങി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം നമ്മളിപ്പോൾ നിൽക്കുന്ന രാജ്ഭവന്റെ ഈ പ്രധാന കവാടം കടക്കുന്ന ഈ 2 വശങ്ങളിലായി പോലീസിന്റെ വലിയ സേനാ വിന്യാസം ഉച്ച മുതൽ ആരംഭിക്കും. ഏതാണ്ട് 3000-ഓളം ഉദ്യോഗസ്ഥരെയായിരിക്കും ഈ വാഹനവ്യൂഹം കടന്നു പോകുന്ന വഴികളിൽ മാത്രം സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി വിന്യസിക്കുക. അതോടൊപ്പം ഈ പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് ഹെലികോപ്റ്ററിലായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കാരണം റോഡ് മാർഗം വിഴിഞ്ഞത്തേക്ക് എത്തുന്നതിൽ സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹത്തെ വിഴിഞ്ഞത്തെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഹെലിപ്പാഡിലേക്ക് എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ സുരക്ഷാ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം 7:30 ശേഷം എയർപോർട്ടിന്റെ ടെക്നിക്കൽ ഏരിയയിലെത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് റോഡ് മാർഗം നമ്മളിപ്പോഴുള്ള രാജ്ഭവനിലേക്ക് എത്തുന്നു. ഇവിടെ രാത്രി തങ്ങുന്നു. നാളെ രാവിലെ 9:30 ശേഷമായിരിക്കും അദ്ദേഹത്തെ റോഡ് മാർഗം ഇവിടെ നിന്ന് ഈ ഹെലികോപ്റ്ററിനടുത്തേക്ക്, അതായത് പാങ്ങോട് സൈനിക ക്യാമ്പിന്റെ ഗ്രൌണ്ടിലോ വെള്ളായണി കാർഷിക കോളേജിന്റെ ഗ്രൌണ്ടിലോ ഇറങ്ങാവുന്ന തരത്തിലാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. SPG അന്തിമ നിമിഷത്തിൽ മാത്രമേ ഏത് സ്ഥലത്തായിരിക്കും പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ പോകേണ്ട സ്ഥലം തീരുമാനിക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ തന്നെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. SPG ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം രാജ്ഭവനിലുണ്ട്. അതോടൊപ്പം പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ പോകേണ്ട പാങ്ങോട് സൈനിക ക്യാമ്പിന്റെ ഗ്രൌണ്ടിലും അതോടൊപ്പം എത്തപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന വെള്ളായണി കാർഷിക കോളേജിന്റെ ഗ്രൌണ്ടിലുമൊക്കെയുണ്ട്. 2 മണിക്ക് ശേഷം രാജ്ഭവൻ പരിസരത്തിന്റെ ഒരു പശ്ചാത്തലം തന്നെ മാറും. കാരണം ഇപ്പോൾ തന്നെ പരിശോധനകൾ പൂർണ്ണ തോതിലാണ്. വാഹനങ്ങളും അതോടൊപ്പം ഇതുവഴി വരുന്ന ആളുകളെയുമൊക്കെ കർശനമായി തന്നെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ IED ആക്രമണ സാധ്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ തുടർച്ചയായ ഏതാനും ദിവസങ്ങളായി വിവിധ സർക്കാർ ഓഫീസുകളിലേക്കും വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കുമൊക്കെ വ്യാജ ബോംബ് ഭീഷണി എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലം കൂടി
കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിന്റെ സുരക്ഷ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയുടെയും ഇന്റലിജൻസ് മേധാവിയുടെയും മേൽനോട്ടത്തിലാണ് പ്രധാനമന്ത്രി എത്തുന്നതിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. രാജ്ഭവൻ പരിസരത്ത് കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ പോലീസിനും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ സുരക്ഷാ വിഭാഗങ്ങൾക്കും പുറമെയാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും സിആർപിഎഫ് ഉദ്യോഗസ്ഥരുമൊക്കെ സാന്നിധ്യം രാജ്ഭവനുള്ളിൽ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. 2 മണിക്ക് ശേഷം ഇതുവഴി കടന്നുവരുന്ന ആളുകൾക്ക് വലിയ തരത്തിൽ പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരും. മാത്രവുമല്ല ഗതാഗത നിയന്ത്രണം ഈ പരിസരം മുഴുവൻ ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുറത്തുവരുന്ന സൂചനകൾ. യെസ്, അതോടൊപ്പം കടുത്ത ഗതാഗത നിയന്ത്രണവും ഇന്ന് ഏർപ്പെടുത്തുന്നുണ്ടല്ലോ. ഒരുപക്ഷെ അത് സംബന്ധിച്ച് വിവരങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ തലസ്ഥാന നഗരത്തിൽ വ്യാപകമായി തന്നെ കർശനമായ ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്നലെ ഈ നഗരത്തിലേക്കൊക്കെ ഇറങ്ങിയവർക്കറിയാം, ഇന്നലെ തന്നെ വലിയ തോതിൽ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ പലരും അനുഭവിച്ചതാണ്. ഇന്നും ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടിയാണോ ഉള്ളത് ഡാൻ? അഭിലാഷ, കൃത്യമായി പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ ശംഖുമുഖം, ചാക്ക, പേട്ട, പള്ളിമുക്ക്, പാറ്റൂർ, ജനറൽ ആശുപത്രി, ആശാൻ സ്ക്വയർ, മ്യൂസിയം, വെള്ളയമ്പലം തുടങ്ങി അവിടെ നിന്ന് കവടിയാർ വരെ ഈ ഭാഗം രാജ്ഭവൻ പരിസരം ഉൾക്കൊള്ളുന്ന കവടിയാർ വരെയുള്ള ഭാഗത്ത് കർശനമായ സുരക്ഷാ പരിശോധനകളായിരിക്കും. വലിയ ഗതാഗത നിയന്ത്രണം നിലവിൽ വരും. മാത്രമല്ല വാഹനങ്ങൾ ഈ പ്രധാന റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്നതിന് കർശനമായ നിരോധനം ഏർപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഈ വിവരങ്ങൾ നേരത്തെ തന്നെ ആളുകളുമായി പങ്കുവെക്കുന്ന, യാത്രക്കാരുമായി അതോടൊപ്പം തലസ്ഥാനവാസികളുമായി പങ്കുവെക്കുന്ന ഒരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സമാനമായ തരത്തിൽ നാളെ രാവിലെ മുതൽ, അതായത് നാളെ രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കവടിയാർ, വെള്ളയമ്പലം, ആൽത്തറ ജംഗ്ഷൻ, ശ്രീമൂലം ക്ലബിന്റെ പരിസരം, ഇടപ്പഴഞ്ഞി, പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് പരിസരം, പള്ളിമുക്ക് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കുകയില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതായത് പ്രധാനമന്ത്രി കടന്നുപോകാൻ സാധ്യതയുള്ള എല്ലാ റോഡുകളിലും സമാനമായ തരത്തിൽ തന്നെയായിരിക്കും പരിശോധനകൾ. അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണമൊക്കെ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. എന്തായാലും ശംഖുമുഖം മുതൽ കവടിയാർ വരെയുള്ള, പ്രത്യേകിച്ച് രാജ്ഭവൻ പരിസരം വരെയുള്ള റോഡ് പൂർണ്ണമായി പോലീസിന്റെ നിയന്ത്രണത്തിലാകും ഉച്ചയ്ക്ക് 2 മണി മുതൽ. ഇപ്പോൾ തന്നെ അവിടെയെല്ലാം ശക്തമായ പോലീസ് സാന്നിധ്യവും നിരീക്ഷണമുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങൾ ഉച്ചയ്ക്ക് 2 മണി മുതലാകും നിലവിൽ വരിക. ഇപ്പോൾ രാജ്ഭവനകത്തേക്ക് ജീവനക്കാരുടെ വാഹനങ്ങളടക്കം പരിശോധനകൾക്ക് വിധേയമാക്കിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറ്റിവിടുന്നത്. യെസ്, അതോടൊപ്പം തന്നെ ഡാനി, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾക്ക് ഒരു കുറവുമില്ല. അത് നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. വിഴിഞ്ഞം ആരുടെ കുഞ്ഞ് എന്നത് സംബന്ധിച്ചാണ് വലിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ ഒരു പരസ്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആ പരസ്യത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയിരുന്നു എന്നുള്ളതാണ്. ഇന്നും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് പത്രങ്ങളിലെല്ലാം വലിയ പരസ്യങ്ങൾ ആണ് നൽകിയിട്ടുള്ളത്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ പരസ്യമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പരസ്യത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം കൂടിയുണ്ട്. ഒരു പക്ഷേ പ്രോട്ടോകോൾ പ്രകാരമൊക്കെ അങ്ങനെ പരസ്യം നൽകുമ്പോഴും കേന്ദ്ര പദ്ധതി കൂടി ആയതുകൊണ്ട് നൽകണമെന്നുള്ളതാണ് വിവരം. ഒപ്പം BJPയുടെ പരസ്യമുണ്ട്. ഇതിലിപ്പോൾ ഈ പരസ്യം പോലും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിക്ക് കൃത്യമായ ഇടം നൽകിക്കൊണ്ടാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ പരസ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അഭിലാഷ, ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് നൽകിയ പരസ്യത്തിൽ പ്രധാനമന്ത്രിയുടെ മാത്രം ചിത്രം ഉൾപ്പെടുത്തുകയും സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ചിത്രം ഒഴിവാക്കുകയും ചെയ്തത് വലിയ ചർച്ചയായി മാറിയത്. പക്ഷേ മുഖ്യമന്ത്രിയും തുറമുഖ വകുപ്പ് മന്ത്രിയും ഒന്നും കേന്ദ്ര മന്ത്രിസഭയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയോ കേന്ദ്ര സർക്കാരിനെയോ ഒന്നും കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. അത് നയപരമായി ബോധപൂർവമായി അങ്ങനെയൊരു വിമർശനം ഈ ഒരു ഘട്ടത്തിൽ വേണ്ട. പ്രധാനമന്ത്രി എത്താനിരിക്കെ അങ്ങനെയൊരു വിമർശനത്തിനും അതോടൊപ്പം തന്നെ അങ്ങനെയൊരു പ്രകോപനപരമായ ഇടപെടലിനും മുതിരേണ്ടതില്ല എന്നൊരു ബോധപൂർവമായ തീരുമാനത്തിലായിരിക്കാം അങ്ങനെയൊരു നടപടി ഉണ്ടായതെന്ന് വേണം പറയാൻ. അതിനിടയിലാണ് വിഴിഞ്ഞം തുറമുഖം തറക്കല്ലിട്ടത് കൊണ്ട് മാത്രമായില്ല അത് യാഥാർത്ഥ്യമാക്കിയെടുത്തത്, അവിടെ കപ്പലോടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ഇടത് സർക്കാരാണ് എന്ന അവകാശവാദവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വൈകുന്നേരം വാർത്താസമ്മേളനം നടത്തിയത്. എന്തായാലും അവകാശവാദം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരും പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരുമെല്ലാം പല ചേരികളായി തിരിഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നൽകുകയും പ്രചാരണ പരിപാടികൾ നയിക്കുകയുമൊക്കെയാണ്. വിഴിഞ്ഞത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സമാനമായ തരത്തിൽ ഉമ്മൻചാണ്ടി ഇത് തറക്കല്ലിട്ടതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ, അതായത് ഈ പദ്ധതിക്കെതിരെ വരുന്ന എതിർപ്പുകൾ
പിന്നീട് ഇത് നടപ്പിലാക്കാനിടയായ സാഹചര്യം ഇതൊക്കെ വിശദീകരിക്കുന്ന വിശദീകരണ യോഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതോടെ അത് തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറും എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വിവിധ കക്ഷികൾ മുമ്പോട്ട് വരുന്നത്. എന്തായാലും ഇന്ന് സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പരസ്യത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രോട്ടോകോൾ നടപടികൾക്കപ്പുറത്തേക്ക് അതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കേണ്ടതില്ല, കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിക്കേണ്ടതില്ല എന്നൊക്കെയുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാകാനാണ് സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നു. വിഴിഞ്ഞം പദ്ധതി, വിഴിഞ്ഞം കമ്മീഷനിങ്ങിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അതീവ സുരക്ഷയാണ് തലസ്ഥാന നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത്.